ഹലോ മക്കളെ, അപ്പോൾ എല്ലാവരും ക്ലാസ് 7th അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇനി നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ ക്ലാസ് 8 ആണല്ലേ. അപ്പോൾ 8, 9, 10 എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രില്യൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് 8ാം ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ ഫൗണ്ടേഷൻ ക്ലാസ് 8 പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു സ്ക്രീനിങ് ടെസ്റ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്കിനി ഭാവിയിൽ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അങ്ങനെ പല പല ഡ്രീംസ് ഉള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഹെൽപ്ഫുള്ളായിട്ട്, അതുപോലെ തന്നെ സ്കൂളിലൊക്കെ നല്ല സ്റ്റാറായി നമുക്ക് നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കോഴ്സാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു ബ്രോഷർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ഓൺലൈനിൽ നോക്കുകയാണെങ്കിൽ കിട്ടും. അതുകൂടാതെ അവിടുത്തെ എക്സാം എന്ന് പറയുന്നത് ഓഫ്ലൈൻ എക്സാം എന്ന് പറയുന്നത് സെപ്റ്റംബർ 29 അതുപോലെ ഓൺലൈൻ എക്സാം എന്ന് പറയുന്നത് ഒക്ടോബർ 27 ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ അതെന്ത് ചെയ്യണം, അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മോക്ക് ടെസ്റ്റുകളൊക്കെ കൃത്യമായിട്ട് എഴുതി നോക്കിയിട്ട് വേണം നമ്മുടെ സ്ക്രീനിങ് ടെസ്റ്റ് എഴുതി നോക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിലബസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ആ ബ്രോഷറിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഫിസിക്സിൻ്റെ സിലബസ് ആണ് മിസ് ഇവിടെ ഇന്ന് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഓരോ സിലബസിലും ഓരോ ടോപ്പിക്കിലും എന്തൊക്കെ നിങ്ങൾ കവർ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫിസിക്സ് പഠിക്കാനും അതുപോലെ ഫിസിക്സിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനും റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു സിലബസ് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫിസിക്സിൻ്റെ സിലബസിൽ വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഫസ്റ്റ് ഒക്കെ വരുന്നത് എനർജി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഈ എനർജി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ചെറിയ ക്ലാസ് തൊട്ടേ എനർജിയുടെ പല പല ഡിഫറൻസിയേഷനും കൺവേർഷൻസും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ എനർജിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് എന്തായാലും വേണം. ഓക്കെ, അതായത് എനർജി എന്താണ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി, അതായത് നിങ്ങൾ പല ടൈപ്പ് ഓഫ് എനർജി പഠിച്ചിട്ടുണ്ടാവും, മെക്കാനിക്കൽ എനർജി, കെമിക്കൽ എനർജി, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനർജീനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അവർ കൺവേർഷൻസ് ഉണ്ടാവും അല്ലേ, അതായത് എനർജി കൺവേർഷൻ ഫ്രം വൺ ഫോം ടു അനദർ, അതായത് ലൈറ്റ് എനർജി ഇതായി മാറുന്നു, അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി ഒരു ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു, അങ്ങനെ പല പല എനർജി കൺവേർഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതും നിങ്ങൾ എന്ത് വേണം, ഓരോരോ ഡിവൈസസിൽ നടക്കുന്ന എനർജി കൺവേർഷൻസും എന്താണെന്ന് നിങ്ങളൊരു ക്ലാരിറ്റി വേണം. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത്തിരി കെമിസ്ട്രിയിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മൾ 3 സ്റ്റേറ്റ് പഠിച്ചിട്ടുണ്ടാവും, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറയുന്നത്. ആ 3 സ്റ്റേറ്റിലും എങ്ങനെയാണ് അവരുടെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ലിക്വിഡ് സോളിഡ് ആവുക, അങ്ങനെ പല പല സ്റ്റേറ്റ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കൺവേർഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ എനർജിയുടെ ടോപ്പിക്കിൽ കവർ ചെയ്യണം. അതുകൂടാതെ പിന്നെ നോർമലി നമ്മൾ നോക്കുന്ന ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച് അല്ലെ, പെർമനന്റ് ചേഞ്ചും അല്ലാത്ത ചേഞ്ചും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കെമിക്കലിയും. അതുപോലെ ഫിസിക്കലി ആയിട്ട് ഒരു മെറ്റീരിയലിന് പ്രൊവൈഡ് ചെയ്യുന്ന ചേഞ്ചസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ അതും നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ കവർ ചെയ്യണം. എന്നിട്ട് ഇവിടെ പിന്നെ നിങ്ങൾ നോക്കേണ്ടത് കൺവെൻഷണൽ എനർജി അല്ലെങ്കിൽ നോൺ കൺവെൻഷണൽ എനർജി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതും എന്താണ്, ആ ഒരു ഏരിയ മൊത്തത്തിൽ എനർജീനെ കുറിച്ചിട്ട് നിങ്ങൾ ഇതുവരെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള എല്ലാ ടോപ്പിക്കും നല്ല രീതിയിൽ കവർ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ടോപ്പിക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഫോഴ്സ് ആൻഡ് മോഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ അതിൻ്റെ നെയിം സൂചിപ്പിക്കുന്ന പോലെ തന്നെ എന്താണ് ഫോഴ്സ് എന്നുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് വേണം. എന്നിട്ട് വേണം നമ്മൾ മോഷനെ കുറിച്ചിട്ട് പഠിക്കാൻ. അതായത് മോഷനിൽ തന്നെ നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻസ് പഠിച്ചിട്ടുണ്ടാവും, സർക്കുലാർ അല്ലെങ്കിൽ റെക്റ്റിലീനിയർ, അതുപോലെ ഓസിലേറ്ററി, ട്രാൻസ്ലേഷണൽ, അങ്ങനെ പല ടൈപ്പ് ഓഫ് മോഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ടൈപ്പ് ഓഫ് മോഷൻസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി വേണം. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ഓസിലേഷൻസും വൈബ്രേഷൻസും പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത്തിരി സ്പെസിഫൈ ചെയ്ത് അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് വേണം പഠിക്കാൻ. ബിക്കോസ് അവിടെ നിന്ന് അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. പിന്നെ വരുന്നത് നമ്മൾ ഈ മോഷനെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ ലെങ്തിൻ്റെയും ടൈമിൻ്റെയും ഒക്കെ യൂണിറ്റ്സ് നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് പഠിക്കണം. SI യൂണിറ്റ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ലെങ്ത്തും ടൈമും അതുപോലെ തന്നെ മാസ്, അതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്സ്. അതുപോലെ ഈ സിലബസിൽ കവർ ചെയ്യുന്ന വേറൊരു ടോപ്പിക്കാണ് മെഷർമെൻറ്റ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെഷർമെൻറ്റ് ഓഫ് മോഷനിലും ഇതുപോലെ തന്നെ ബേസിക് ആയിട്ട് നമ്മൾ മോഷനിൽ മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസിൻ്റെയും ടൈമിൻ്റെയും യൂണിറ്റ്സ് ആണ് നിങ്ങൾ കവർ ചെയ്യേണ്ടത്. പിന്നെ മോഷൻ ആൻഡ് ടൈം എന്ന് പറയുന്ന ടോപ്പിക്കും ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അവിടെയും നമ്മൾ ബേസിക് ആയിട്ട് മോഷനെ കുറിച്ചിട്ടും ഇപ്പം നമ്മൾ കവർ ചെയ്ത ടോപ്പിക്കുകളും അതുകൂടാതെ ടൈമിനെ കുറിച്ചിട്ട് ബേസിക് ഐഡിയ, അത് പിന്നെ അതിൻ്റെ SI യൂണിറ്റ് എന്താണ് എന്നുള്ളതൊക്കെയാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ നോക്കി ഫോഴ്സ് ആൻഡ് മോഷൻ, അതുപോലെ മെഷർമെൻറ്റ് ഓഫ് മോഷൻ ആൻഡ് ടൈം എന്ന് പറയുന്ന ആ ഒരു 3 ടോപ്പിക്കും നമുക്ക് ഒരുമിച്ച് കവർ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ നമ്മൾ നെക്സ്റ്റ് വരുന്നത്
മാഗ്നറ്റ്സ് എന്ന് പറയുന്ന സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയയാണ് മാഗ്നറ്റ് അല്ലെ. മാഗ്നറ്റ് കാണുമ്പോൾ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുപോലെ തന്നെ മാഗ്നറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും നാച്ചുറലും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സും ഉണ്ട്. അപ്പൊ ആ മാഗ്നറ്റ്സിനെ കുറിച്ചിട്ട് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വേണം. ഏതൊക്കെയാണ് നാച്ചുറൽ അല്ലെങ്കിൽ ഏതൊക്കെയാണ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് എന്നുള്ള ഒരു ഐഡിയ വേണം. എന്നിട്ട് വേണം മാഗ്നറ്റ് നമ്മൾ വെറുതെ കളിക്കാൻ വേണ്ടി മാത്രമല്ല അല്ലേ, പല പല യൂസസ് ഉണ്ട് മാഗ്നറ്റിന്. അപ്പൊ എന്തൊക്കെയാണ് ആ യൂസസ് ഓഫ് മാഗ്നറ്റ്സ് എന്നുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വേണം. അത് കഴിഞ്ഞ് നമ്മൾ മാഗ്നറ്റിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ അതിന്റെ പോൾസിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കണം അല്ലെ. പിന്നെ അതിന്റെ റിപ്പൽഷൻ അല്ലെങ്കിൽ അട്രാക്ഷൻ എന്ന് പറയുന്ന ആ കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വേണം. എന്നിട്ട് നമ്മൾ അതിന്റെ അപ്ലിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈൻഡിങ് ഡയറക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ ഒരു മേജർ അപ്ലിക്കേഷൻ ആണ്. നമ്മൾ കോമ്പസ് യൂസ് ചെയ്ത് ഡയറക്ഷൻസ് ഒക്കെ ഫൈൻഡ് ചെയ്യും അല്ലേ. അപ്പൊ അവിടുത്തെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് മാഗ്നറ്റ് ആണ്. അപ്പൊ അതിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് എന്ത് വേണം, ഒരു ക്ലാരിറ്റി വേണം. അപ്പൊ മാഗ്നറ്റിനെ കുറിച്ചിട്ട് നിങ്ങൾ അത്രത്തോളം പഠിച്ചാൽ മതി. നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കുകയാണെങ്കിൽ ലൈറ്റ്, ഷാഡോസ് ആൻഡ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നതാണ് അടുത്ത ടോപ്പിക്. അപ്പോൾ അതിൽ ആ ചാപ്റ്ററിന്റെ നെയിം സൂചിപ്പിക്കുന്ന പോലെ തന്നെ ലൈറ്റ് അല്ലെ, ലൈറ്റിനെ കുറിച്ചിട്ട് ഒരു ബേസിക് ഐഡിയ വേണം. അതുപോലെ ഷാഡോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം അല്ലെ, 3 ടൈപ്പ് ഓഫ് ഒബ്ജക്ട്സ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് അല്ലെ. അതായത് ട്രാൻസ്പെറൻറ്റ് അല്ലെങ്കിൽ ട്രാൻസ്ലൂസൻറ്റ്, നമ്മൾ അടുത്തത് പഠിച്ചത് ഒപ്പേക്ക് ഒബ്ജക്ട്സ് അല്ലെ. ആ 3 ഒബ്ജക്ട്സിനെ കുറിച്ചിട്ടും നല്ലൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഈ ഷാഡോസിനെയൊക്കെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് എന്താണ് ഇത്തിരി കൂടി ഈസി ആയിരിക്കും അല്ലെ. ഒപ്പേക്ക് ഒബ്ജക്ട്സ് ആണ് ഷാഡോസിന് കാരണമാകുന്നത് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ 3 ഒബ്ജക്ട്സിനെ കുറിച്ച് പഠിച്ചാൽ പിന്നെ ഷാഡോസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷാഡോസ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുകൂടാതെ നമ്മൾ മിററിലേക്ക് കിടക്കുകയാണെങ്കിൽ റിഫ്ലക്ഷൻ വരുന്നത് മിററിലാണല്ലേ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിറേഴ്സിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. എന്നിട്ടാണ് നമ്മൾ റിഫ്ലക്ഷനെ കുറിച്ചിട്ട് ഇത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ടത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ലൈറ്റും ഷാഡോസും അതുപോലെ തന്നെ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നിങ്ങൾ കവർ ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് നമ്മൾ വരുന്നത് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾ ബേസിക് ആയിട്ട് പഠിച്ചാൽ മതി അല്ലെ. അതിന്റെ ബേസിക് സിമ്പിൾസ് എന്താണ്, അതൊക്കെ നിങ്ങൾ എന്താണ് നല്ല രീതിയിൽ കവർ ചെയ്യണം. അതുകൂടാതെ നിങ്ങൾ സേഫ്റ്റി ഫ്യൂസിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ സേഫ്റ്റി ഫ്യൂസും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഉണ്ട്. അപ്പൊ അതിന് അപ്ലിക്കേഷൻ ആയിട്ട് കുറച്ചധികം കാര്യങ്ങൾ വരുന്നുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റ് അല്ലെങ്കിൽ ഇലക്ട്രിക് ബെൽ എന്ന് പറയുന്ന ആ ഒരു മാഗ്നറ്റിക് ഇഫക്റ്റിന്റെ കുറച്ച് അപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ഇലക്ട്രിസിറ്റിയിൽ നിങ്ങൾ കവർ ചെയ്യേണ്ട ടോപ്പിക്. ഇനി നമ്മൾ ഹീറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ അതും കമ്പാരിറ്റീവ്ലി ഈസി ഒരു ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് ഹീറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് ഹോട്ട്നെസ് അല്ലെങ്കിൽ കോൾഡ് അല്ലെ. കോൾഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഹോട്ട് ആയിട്ടുള്ള ഒബ്ജക്റ്റ്, അതാണ് നമുക്ക് ഓർമ്മ വരിക. അപ്പൊ ആ ഒരു ഐഡിയ, ഹോട്ട് ആൻഡ് കോൾഡ് ബോഡി എന്താണ് അല്ലെ, എന്തുകൊണ്ടാണ് അതിനെ അങ്ങനെ വിളിക്കുന്നത്, ആ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് എന്തായാലും വേണം. ഇനി നമ്മൾ ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബേസിക് കാര്യങ്ങളാണ് തെർമോമീറ്റർ. അപ്പോൾ നമ്മൾ ചാപ്റ്ററിൽ തന്നെ പല ടൈപ്പ് ഓഫ് തെർമോമീറ്ററിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ തെർമോമീറ്റേഴ്സ് എന്താണെന്നുള്ള ഒരു ക്ലാരിറ്റി വേണം. എന്നിട്ട് വേണം നമ്മൾ ഈ ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. പല പല മെത്തേഡ്സ് വെച്ചിട്ട് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും കൺവെക്ഷൻ, കൺവെൻഷൻ, റേഡിയേഷൻ, അങ്ങനെ 3-4 അല്ലെ. നമ്മൾ കുറേ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് പഠിച്ചിട്ടുണ്ട്. 3 മെയിൻ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ വരുന്ന വേറൊരു അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ് സീ ബ്രീസ് എന്താണ്, ലാൻഡ് ബ്രീസ് എന്താണെന്നുള്ളത്. അപ്പോൾ കൺവെക്ഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ അപ്ലിക്കേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പഠിക്കണം. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹീറ്റിന്റെ കാര്യത്തിൽ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്ന വളരെ ഈസി ടോപ്പിക് ഉണ്ട്. അതും നിങ്ങൾ കവർ ചെയ്യണം. അത് കൂടാതെ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് തെർമൽ എക്സ്പാൻഷൻ ഇൻ സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ ആണ്. ഓക്കെ, അതുപോലെ നമ്മൾ ബേസിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ സമ്മറിലും വിന്ററിലും നമ്മൾ വെയർ ചെയ്യേണ്ട ക്ലോത്ത്സ്, അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ആണ്. അപ്പോൾ അതും നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ഒന്ന് പഠിച്ച് സെറ്റായിട്ട് വേണം വരാൻ. ഓക്കെ, അപ്പോൾ ഹീറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ലേ. അപ്പോൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സിലബസ് എന്താണ്, ഫുൾ ഫിനിഷായി. നമുക്കപ്പോൾ മെയിൻ ആയിട്ട് നമ്മളിവിടെ നോക്കേണ്ടത് എനർജി, അതുപോലെ തന്നെ ഫോഴ്സ് ആൻഡ് മോഷൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം. അതുപോലെ മാഗ്നറ്റ്സ് എന്താണെന്നുള്ള ഒരു ക്ലാരിറ്റി വേണം. പിന്നെ ലൈറ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ലൈറ്റ്, ഷാഡോ, റിഫ്ലക്ഷൻ എന്ന് പറയുന്നതും. പിന്നെ ഇലക്ട്രിസിറ്റിയിൽ ബേസിക് ആയിട്ട് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. പിന്നെ ഹീറ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബേസിക് ആയിട്ട് നമ്മൾ ചാപ്റ്ററിൽ പഠിച്ച എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പഠിക്കുക.
അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സിലബസ് വളരെ ഈസിയാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല അപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡീൽ ചെയ്ത് നമ്മുടെ മോക്ക് ടെസ്റ്റുകളൊക്കെ നല്ല രീതിയിൽ എഴുതിയിട്ട് വേണം നമ്മൾ ഈ എക്സാമിന് എന്ത് ചെയ്യാൻ, അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നല്ല മിടുക്കന്മാരും മിടുക്കികളായിട്ട് ഈ എക്സാംസ് ഒക്കെ നല്ല രീതിയിൽ എഴുതി നല്ല മാർക്കൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ വന്ന് നമ്മുടെ ഇപ്പം കാണുന്ന പോലെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ നല്ല റാങ്ക് വാങ്ങിച്ച് ബ്രില്യൻ്റിൽ നിന്ന് പഠിച്ചു പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ നല്ല അടിപൊളി റാങ്ക് ഒക്കെ വാങ്ങിച്ച് നിങ്ങൾക്കും മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക, ഈ എക്സാം അറ്റൻഡ് ചെയ്യുക. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.